നിറഞ്ഞവൻ നാടിനു നല്ലവൻ നമ്മളറിഞ്ഞല്ലോ പണ്ടേ, നമ്മളറിഞ്ഞല്ലോ പണ്ടേ. പുനലൂരിൽ നിന്നും പാലക്കാട്ടേക്കൊരു പുനലൂരിൽ നിന്നും പാലക്കാട്ടേക്കൊരു പാലരുവി എക്സ്പ്രസ് വന്നേ, പിന്നെ തീവണ്ടി ഒത്തിരി വന്നു. കൊടിക്കുന്നിൽ സുരേഷ് നേരിന്റെ ഒപ്പമ മാവേലിക്കരയതു കണ്ടു, മാവേലിക്കരയതു കണ്ടു. മാവേലിക്കരയുടെ മനസ്സിലൊരാളുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് തന്നെ, അത് കൊടിക്കുന്നിൽ സുരേഷ് തന്നെ. നന്മ നിറഞ്ഞവൻ നാടിന് നല്ലവൻ നമ്മളറിഞ്ഞല്ലോ പണ്ടേ, നമ്മളറിഞ്ഞല്ലോ പണ്ടേ. കശുവണ്ടി തൊഴിലാളി ക്ഷേമത്തിനായി, ക്ഷേമത്തിനായി. കശുവണ്ടി തൊഴിലാളി ക്ഷേമത്തിനായി, കശുവണ്ടി തൊഴിലാളി ക്ഷേമത്തിനായി ശബ്ദമുയർത്തി സുരേഷ്. അവരുടെ സ്വപ്നങ്ങൾ പൂർത്തിയായി വന്നു. കൈപ്പത്തിയാണേ സുരേഷിൻ ചിഹ്നം, വോട്ടുകൊടുത്തൊരുമിക്കാം, വോട്ടുകൊടുത്തൊരുമിക്കാം. മാവേലിക്കരയുടെ മനസ്സിലൊരാളുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് തന്നെ, അത് കൊടിക്കുന്നിൽ സുരേഷ് തന്നെ. നന്മ നിറഞ്ഞവൻ നാടിനു നല്ലവൻ നമ്മളറിഞ്ഞല്ലോ പണ്ടേ, നമ്മളറിഞ്ഞല്ലോ പണ്ടേ, നമ്മളറിഞ്ഞല്ലോ പണ്ടേ, നമ്മളറിഞ്ഞല്ലോ പണ്ടേ. കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ ജനസമൂഹത്തിന് മാതൃകയായി മാറിയ പൊതുപ്രവർത്തകൻ കൊടിക്കുന്നിൽ സുരേഷ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിവിടെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ പര്യടനമാണ് ആരംഭിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കുട്ടനാട്ടിൽ മറ്റൊരു സ്ഥാനാർത്ഥി പര്യടനം വരുന്നത്. ഇന്ന് കുട്ടനാട്ടിലാണെങ്കിൽ കൊട്ടാരക്കരയും കുന്നത്തൂരും ചങ്ങനാശ്ശേരിയും ചെങ്ങന്നൂരും അടക്കമുള്ള മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ നടക്കും. അതിനുശേഷമാണ് വീണ്ടും കുട്ടനാട്ടിൽ ഈ പര്യടനം നടക്കാൻ പോകുന്നത്. എന്തായാലും രാവിലെ നമ്മുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ എത്തിച്ചേരുന്നു. ഇന്ന് തലവടി, എടത്വ, തകഴി, വിയ്യപുരം 4 പഞ്ചായത്തുകളാണ് പൂർത്തിയാക്കേണ്ടത്. അതുകൊണ്ട് കൃത്യം 9:30 തന്നെ നമുക്ക് സ്ഥാനാർത്ഥി പര്യടനം ഇവിടെ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. അതിനുമുമ്പ് ഈ സമ്മേളനം സമാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ KC ജോസഫ് അവർകൾ, മുൻ മന്ത്രി കൂടിയായ കുട്ടനാട്ടുകാരൻ കൂടിയായ പ്രിയപ്പെട്ട ശ്രീ KC ജോസഫ് അവർകളെ ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരുപാട് അഭേദ്യമായ ശ്രീ രമേശ് ചെന്നിത്തല അവർകൾ, മുൻ പ്രതിപക്ഷ നേതാവ്, ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ ഞാൻ ഓർമ്മിക്കുന്നു, കാവാലത്ത് തട്ടാശ്ശേരി പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി കൊടിക്കുന്നിൽ സുരേഷ് ഐതിഹാസികമായി വാലടിയിൽ നിന്ന് മാർച്ച് നടത്തിയപ്പോൾ, കാവാലം തട്ടാശ്ശേരിയിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ ആ ജങ്കാറിന്റെ നടുവിൽ, കാവാലത്താറിന്റെ നടുവിൽ, പമ്പയാറിന്റെ ജങ്കാറിൽ നിന്നുകൊണ്ട് ആ സമരം ഉദ്ഘാടനം ചെയ്തത് ഏറെ ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തല അവർകളായിരുന്നു. അദ്ദേഹത്തിന്റെ അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ അദ്ദേഹം നൽകിയ ആ കത്ത്, അതിന്റെ കോപ്പികൾ ആരംഭിക്കുന്ന ഈ പര്യടനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
എല്ലാ നേതാക്കളെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ പ്രവർത്തകരെയും ഒക്കെ ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കോൺഗ്രസ് ശ്രീ എം മുരളി, ശ്രീ ടോമി കല്ലാനി, ശ്രീ അനിൽ ബോസ്, UDFന്റെ ജില്ലാ ചെയർമാൻ ശ്രീ ഷാജി മോഹൻ, ശ്രീ അലക്സ്, ശ്രീ എബി കുര്യാക്കോസ്, ഘടകകക്ഷി നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിർണായകമായ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായ പ്രിയങ്കരനായ സുരേഷിന്റെ പര്യടന പരിപാടി ധന്യമായ ഈ പുണ്യസമയത്ത് ആരംഭിക്കാൻ പോകുന്ന എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ഈ നാട്ടിലെ ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങളിലും എല്ലാ ജനകീയ സമരങ്ങളിലും ഈ നാട്ടിലെ ഓരോ മൺഭരിക്കും സുപരിചിതനായ ജനകീയ നേതാവ് ശ്രീ ഗോവൻ ചൂണ്ടിക്കാണിച്ച പോലെ കുട്ടനാട്ടിലെ വികസന പോരാട്ടങ്ങളിൽ കർഷകരുടെ ജീവൻ മരണ പ്രശ്നങ്ങളിൽ കാർഷിക മേഖലയുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയെല്ലാം എല്ലാ സമരങ്ങളിലും എന്നത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പാർലമെന്റ് എന്ന നിലയിൽ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷങ്ങളുടെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുണ്ടാവായിരുന്നു പ്രതിപക്ഷം കൊടുക്കുന്നത്. ഈ നാട്ടിലെ ഓരോ മേഖലയ്ക്കും ശോഭ്യമായ ആമുഖമില്ലാതെ അപകടമില്ലാതെ പരിചയപ്പെടുത്തലില്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പൊതുപ്രവർത്തകന്മാർക്ക് സാമൂഹ്യം എല്ലാം അദ്ദേഹം സ്മരിച്ചതാണ്. ആരുടെയും അഭ്യർത്ഥനയില്ലാതെ ഓരോ ജനകീയ പോരാട്ടത്തിലും ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് നിരന്തരമായ നേതൃത്വമുണ്ടായിരുന്നു. തങ്ങളുടെ നെല്ലിന്റെ വിലയ്ക്ക് വേണ്ടിയ പോരാട്ടങ്ങളിലും ഓരോ ജനകീയ സമരങ്ങളിലും അദ്ദേഹം നയിച്ച പങ്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾക്കെന്നും ആശ്രയിക്കാവുന്ന ഒരു ജനകീയ നേതാവ്, നിങ്ങൾക്കെന്നും വിശ്വസിക്കാവുന്ന ഒരു സമര പോരാളി, നിങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും കഷ്ടപ്പാടിലും പ്രയാസങ്ങളിലും ഒരു സഹോദരനെ പോലെ ശ്രീ കൊടിക്കുന്നിയുടെ സാന്നിധ്യം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അദ്ദേഹം വീണ്ടും ജനവിധി നേടുമ്പോൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മാവേലിക്കര പാർലമെന്റ് മണ്ഡലവും കുട്ടനാട് അസംബ്ലി മണ്ഡലവും അദ്ദേഹത്തിന് ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തെ തെരഞ്ഞെടുപ്പുണ്ട്. കടന്നു വരുന്ന പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി സ്വാഗതം ചെയ്യുക. ദീർഘമായി സംസാരിക്കുന്നില്ല. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് ഈ നാടിന്റെ ഭാവിയെ വിധി എഴുതാൻ പോവുകയാണ്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ നാടിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണ്. കാരണം നാം വിലയിരുത്താൻ പോകുന്നത് നമ്മുടെ നാട് ജനാധിപത്യപരമായ ഭാവിയെ പറ്റിയാണ്.
ഇന്ത്യൻ ഭരണഘടന നാളെ ഉണ്ടാകണമെങ്കിൽ, പൗരാവകാശങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ജനാധിപത്യം ഉണ്ടാകണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ജയിക്കണമെന്നത് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. രാജ്യം മനസ്സിലായി കഴിഞ്ഞു. ആരംഭത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും മറികടന്നുകൊണ്ട് പാർലമെന്റിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ശക്തമായി മുമ്പോട്ട് പോകുന്നു. രാഹുൽ ഗാന്ധി നയിക്കുന്ന, കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സമര പോരാട്ടത്തിന്റെ പാതയാണ്. നമുക്കറിയാം, നരേന്ദ്രമോദി 2ാം വട്ടം പൂർത്തിയാക്കുമ്പോൾ രാജ്യമാകെ ആശങ്കയിലാണ്, രാജ്യമാകെ വലിയ ഉത്കണ്ഠയിലാണ്. കാരണം നാളെ ഇന്ത്യ ഉണ്ടാകുമോ? പ്രതിപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നു. മോദി ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷ മുക്ത ഭാരതമാണ്. പ്രതിപക്ഷങ്ങളെ ശ്വാസം മുട്ടി ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നു. അവരെ നിയമവിധേയമായ മാർഗങ്ങളിലൂടെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. നരേന്ദ്രമോദിയുടെ പോക്ക് ഏകാധിപത്യ ഭരണശൈലിയിലേക്കാണ്. അതിന് അറുതി വരുത്തണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ മക്കൾക്ക് നാളെ ജനാധിപത്യ ഭാരതത്തിൽ ജീവിക്കാനുള്ള അവസരവും അവകാശവും ഉണ്ടാകണമെങ്കിൽ ഒരു സംശയം വേണ്ട, മോദി നയിക്കുന്ന ബിജെപിയുടെ മുന്നണി പരാജയപ്പെടണം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണി തിരിച്ചു വരണം. നമുക്കറിയാം, കേരളത്തിലെ കാര്യം നമുക്കറിയാം. പിണറായി വിജയന്റെ ഭരണ പരാജയം ഓരോ ദിവസങ്ങളിലും ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. രാജ്യം കണ്ട ഏറ്റവും പരാജയപ്പെട്ട ഗവൺമെന്റ്, സാമ്പത്തികമായി രാജ്യം തകർന്നു, ക്ഷേമ പദ്ധതികളെല്ലാം ഇല്ലാതെയായി. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ 8 മാസം കുടിശ്ശികയായിട്ടും ആകെ കൊടുക്കാൻ പോകുന്നത് 1 മാസത്തെ കുടിശ്ശിക മാത്രമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജീവനക്കാരുടെ ശമ്പളം കഴിഞ്ഞ മാസം മുടങ്ങി, വികസന പദ്ധതികൾ മുടങ്ങി. സാമ്പത്തിക വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ പ്ലാൻ ഫണ്ടിന്റെ ചെലവ് ചരിത്രത്തിൽ ആദ്യമായി 50% താഴെയാണ്. പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ട് കൊടുക്കുന്നില്ല. ചെലവഴിക്കാൻ സാധിക്കുന്ന കാരണം കാലിയായ ഖജനാവാണ് കേരളത്തിലുള്ളത്. അഴിമതിയിലൂടെ, കെടുകാര്യസ്ഥതയിലൂടെ ഈ രാജ്യം തകർത്ത പിണറായി വിജയന്റെ ഗവൺമെന്റ്, ഈ 2 ഗവൺമെന്റുകൾക്കും ഈ തെരഞ്ഞെടുപ്പ് ഒരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യം ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടണം. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തെരഞ്ഞെടുപ്പ് നമുക്കുള്ള ലാസ്റ്റ് ബസ്സാണ്, അവസാനത്തെ ബസ്സാണ്. ഈ ബസ് വിട്ടുപോയാൽ ഈ ബസ്സില്ല. നാം വഴിയാധാരമാകും, ജനാധിപത്യം വഴിയാധാരമാകും. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് കഴിഞ്ഞ കാലത്തേക്കും നിങ്ങളുടെ സഹായം ഉണ്ടാകണം. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ സഹോദരനെ പോലെ, നിങ്ങളുടെ സുഹൃത്തിനെ പോലെ വിശ്വസിക്കാവുന്ന, ആത്മാർത്ഥതയുള്ള, സത്യസന്ധനായ സുരേഷ് വിജയിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കും കരുത്തുകാൻ വിനയപൂർവ്വം ഒഴിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഈ പരിഗണന ഉദ്ഘാടനം ചെയ്യുവാൻ ബഹുമാനനായ ശ്രീ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ, മുൻ മന്ത്രിയും പ്രിയങ്കരനുമായ ശ്രീ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ KC ജോസഫ്, പ്രിയപ്പെട്ട മുൻ MLA ശ്രീ M മുരളി, വർക്കിംഗ് ചെയർമാൻ ഇലക്ഷൻ കമ്മിറ്റി, പ്രിയങ്കരനായ മുൻ കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ പ്രസിഡന്റ് ടോമി കല്ലാനി, മുൻ KPCC ജനറൽ സെക്രട്ടറി കോശിയം കോശി, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കുട്ടനാടിന്റെ പ്രിയപ്പെട്ട ജേക്കബ് എബ്രഹാം,
പ്രിയപ്പെട്ട KPCC സെക്രട്ടറി ശ്രീ മാന്നാർ അബ്ദുൽ ലത്തീഫ്, UDF ജില്ലാ ചെയർമാൻ ഷാജി മോഹൻ, ശ്രീ VJ രാജി, അഡ്വക്കേറ്റ് സണ്ണിക്കുട്ടി, അബു വലിയ വീടൻ, അഡ്വക്കേറ്റ് രവി കുര്യാക്കോസ്, സുനിൽ പി ഉമ്മൻ, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ജോസ് കോയിപ്പള്ളി, തങ്കച്ചൻ വാഴാച്ചിറ, ചന്ദ്രപ്രകാശ്, ബാബുകുമാർ, ജോസഫ് ചക്കോടൻ, അഡ്വക്കേറ്റ് കെ മുരളീധരൻ, സജി ജോസഫ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് റാംസെ, ശ്രീ കുന്നത്തൂർ ശശികുമാരൻ നായർ, പ്രിയപ്പെട്ട ശ്രീ D വിജയകുമാർ, ശ്രീ രവി, ശ്രീ നാസർ, ശ്രീ അക്കര, ഈ വേദിയിൽ സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് പരിപാവനവും ഈ ചക്കുളത്തുകാവിന്റെ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളുമായി തേടി തന്റെ മണ്ഡല പര്യടനം ആരംഭിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് ഹൃദയപൂർവമായ ആശംസകളും അഭിനന്ദനങ്ങളും ഞാൻ ഈ സന്ദർഭത്തിൽ ആദ്യമായി നേരുകയാണ്. എല്ലാ വർഷവും എല്ലാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പരിപാവനമായ ഈ ചക്കുളത്തുകാവിന്റെ ദർശനം നടത്തി ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ പര്യടന പരിപാടികൾ അവസാനിക്കുന്നത്, ആരംഭിക്കുന്നു. ഈ പര്യടന പരിപാടി അതുകൊണ്ട് തന്നെ ശുഭോദർക്കമാവുകയും ജനങ്ങളുടെ പിന്തുണയും ആവേശകരമായ സ്നേഹദർഭരമായ വരവേൽപ്പും അദ്ദേഹത്തിന് ഉടനീളം ലഭിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര മണ്ഡലത്തിലെ ഹൃദയങ്ങളിൽ, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് ആമുഖമോ അവതരണമോ ആവശ്യമില്ലാത്ത സ്ഥാനാർത്ഥിയാണ്. ഓരോ ജനകീയ പ്രശ്നങ്ങളിലും സജീവമായ ഇടപെടലുകൾ നടത്തുവാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാടിന്റെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും വേദനകളിലും സന്തോഷങ്ങളിലും എല്ലാ കാലത്തും നമ്മളോടൊപ്പമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന, ചലിക്കുന്ന ഒരു യന്ത്രത്തെ പോലെ 24 മണിക്കൂറും ജനസേവനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു ജീവിതമാണ് അദ്ദേഹത്തിന്റെ. പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ കാലം പാർലമെന്റിൽ അംഗമായതുകൊണ്ട് പുതിയ ലോക്സഭാ മെമ്പർമാരെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രോട്ടേം സ്പീക്കർമാരിൽ ഒരാളായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. പാർലമെന്റിൽ കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ മുന്നണി പോരാളിയായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എതിരാളികൾ പോലും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും പലപ്പോഴും അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ ശ്ലാഘിച്ച് സംസാരിക്കുന്നത് നമ്മൾ പാർലമെന്റിൽ കേട്ടിട്ടുണ്ട്. അത്രമാത്രം താല്പര്യത്തോടുകൂടി പാർലമെന്ററി നടപടികൾ ഇടപെടുകയും നമ്മുടെ ഓരോ ചെറുതും വലുതുമായ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അത് ഏറ്റവും പ്രധാനം അദ്ദേഹം റെയിൽവേ കമ്മിറ്റിയിലാണ്. റെയിൽവേയുമായി ബന്ധപ്പെട്ട മാവേലിക്കര നിയോജക മണ്ഡലത്തിന്റെ ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാനും അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും, പ്രത്യേകിച്ച് നമ്മുടെ ഓരോ ചെങ്കോട്ട മേഖലയിൽ കൊല്ലൂർ ചെങ്കോട്ട ട്രെയിൻ ഉൾപ്പെടെ, ഗുരുവായൂർ ട്രെയിൻ ഉൾപ്പെടെ നിരവധിയായ ട്രെയിനുകൾ കൊണ്ടിരുന്ന കാര്യത്തിലും, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസന കാര്യങ്ങളിലും, മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ വികസന കാര്യങ്ങളിലുമെല്ലാം
വളരെ ആത്മാർത്ഥമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹം ജയിച്ചു വരേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. മതേതര ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് അനിവാര്യമാണ്. ഇന്ത്യയിൽ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന ബിജെപിയുടെ ഗവൺമെന്റിനെ താഴെ ഇറക്കി ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള എല്ലാ കോൺഗ്രസിന്റെ എംപിമാരെയും UDF എംപിമാരെയും വിജയിച്ചു വിടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത്. പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പണ്ട് കോൺഗ്രസ് ഈ രാജ്യം 60 വർഷം ഭരിച്ചതാണ്. കോൺഗ്രസിന് വേണമായിരുന്നെങ്കിൽ ഈ രാജ്യത്തെ ഭരണഘടന മാറ്റാനും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആവർത്തിക്കാനും കഴിയുമായിരുന്നു. കോൺഗ്രസ് എന്നും പ്രതിപക്ഷത്തിന് അതിന്റെ മഹത്വം നൽകിയിരുന്നു. ജനാധിപത്യം ശക്തിപ്പെടണമെങ്കിൽ പ്രതിപക്ഷം ശക്തിപ്പെടണം. ഞാനിന്ന് ഓർക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പോയപ്പോൾ ഈസ്റ്റേൺ ഉത്തർപ്രദേശിൽ ആജംഗഡ് എന്ന മണ്ഡലത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നല്ല, രാം മനോഹർ ലോഹിയ എന്ന പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ പത്രക്കാരും ജനങ്ങളും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന് ധാരാളം എംപിമാർ വിജയിച്ചു വരും. ഇവിടെ നിന്ന് രാം മനോഹർ ലോഹിയ ജയിച്ചു വന്നാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിനും പാർലമെന്റിനും ഒരു അലങ്കാരമാണ്, ആവശ്യമാണ്. അതുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിങ്ങൾ ജയിപ്പിക്കേണ്ട, രാം മനോഹർ ലോഹിയെ ജയിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. അവിടെയാണ് കൊടിക്കുന്നിൽ അടക്കം 112 എംപിമാരെ സസ്പെൻഡ് ചെയ്യുന്നു. എംപിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർലമെന്റ് പുതിയ നിയമങ്ങൾ പാസാക്കണം. ഇതെന്ത് ജനാധിപത്യം? തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അത് ചെയ്യുന്ന കാര്യമാണ്? കോൺഗ്രസിന്റെ മരവിപ്പിക്കുന്നു. ഒന്നല്ല, 4 അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു. എല്ലാ അക്കൗണ്ടുകളും മരവിപ്പിച്ചാൽ നമ്മൾ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടും? സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാനുള്ള RTGS പോലും കൊടുക്കാൻ കഴിയുന്നില്ല. എന്നുവെച്ചാൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചെലവിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി നേരിട്ട് ചെക്ക് കൊടുക്കുമായിരുന്നു. അതുപോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പൊ സാമ്പത്തികമായി കോൺഗ്രസിനെ ഞെരുക്കുക. ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെ ജയിലിലടക്കിയ 2 മുഖ്യമന്ത്രിമാരെ, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അദ്ദേഹം ആകെ ചെയ്ത 10-15 ഏക്കർ സ്ഥലം വാങ്ങി എന്നുള്ളതാണ്. അതാണ്. അതുപോലെ 3 തവണ മുഖ്യമന്ത്രിയായ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത ശേഷം 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചു. ഇതെന്ത് ജനാധിപത്യമാണ്? ഇന്ന് റഷ്യയിൽ നടക്കുന്ന ജനാധിപത്യമാണ് ഇന്ത്യയിൽ ആവർത്തിക്കാൻ ശ്രമിക്കുന്നത്. വ്ളാഡിമിർ പുടിൻ അതേ രൂപമായി മോഡി മാറുന്നു. അവിടെ ജനാധിപത്യമില്ല. റഷ്യ ഒരു ബനാന റിപ്പബ്ലിക്കായി മാറുന്ന പോലെ ഇന്ത്യയെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ അടിച്ചമർത്തുന്നു, അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. ഇഡിയും ഇൻകം ടാക്സും എന്ന ബിജെപിയുടെ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഏജൻസികളായി മാറുന്നു. ബിജെപിയുടെ പോഷക സംഘടനകളാണ് ED, CBI, ഇൻകം ടാക്സ് എന്നിവയെല്ലാം. പ്രഫുൽ പട്ടേലിന്റെ വാർത്തകൾ വായിച്ചു കാണും. വിമാനങ്ങൾ മുഴുവൻ വാങ്ങിയതിന്റെ പേര് അദ്ദേഹത്തിനെതിരെ അഴിമതിയായിരുന്നു. അഴിമതി കേസ് CBI നടക്കുകയായിരുന്നു. ബിജെപിയുടെ കൂടെ ചേർന്നു അദ്ദേഹത്തിന് പൂർണ്ണമായ ക്ലീൻ ചിറ്റ് കൊടുത്തു.
മഹാരാഷ്ട്രയിൽ 76,000 കോടി രൂപയുടെ അഴിമതി അജിത് പവാർ നടത്തിയെന്ന് പ്രധാനമന്ത്രി ബോംബെയിൽ വന്ന് സംസാരിച്ചതാണ്. അവരുടെ കൂടെ ചേർന്നു, അദ്ദേഹത്തിന്റെ അഴിമതികൾ ഇല്ലാതായി. BJP ഏതാണ്ട് ഒരു വാഷിംഗ് മെഷീന്റെ രൂപത്തിലാണ്. അഴിമതിക്കാരായ മുഴുവൻ ആളുകളും BJP ചേർന്നാൽ അവരുടെ അഴിമതികൾ ഇല്ലാതാകുന്നു. വാഷിംഗ് മെഷീനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ ED കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ CBI കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു. ഭീഷണിക്ക് വഴങ്ങാത്തവരെ ജയിലിലടയ്ക്കുന്നു, ഭീഷണിക്ക് വഴങ്ങുന്നവരെ പാർട്ടിയിലെടുത്ത് അവർക്ക് അംഗീകാരം കൊടുത്ത് അവരെ സ്ഥാനാർത്ഥികളാക്കുകയും മന്ത്രിമാരാക്കുകയും ചെയ്യും. ഈ ജനാധിപത്യ രാജ്യത്തിന് ആപത്താണ്. ഈ ജനാധിപത്യ രാജ്യത്തിന്റെ മഹത്വത്തെ നശിപ്പിക്കുന്നതാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്നിവർ ഈ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയ ഭരണഘടന പോലും തിരുത്തി എഴുതാൻ ശ്രമിക്കുന്നു. 400 സീറ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? അന്ന് കിട്ടാൻ പോകുന്നില്ല, വേറൊരു കാര്യം. ഭരണഘടനയുടെ അലകും പിടിയും മാറ്റാൻ ശ്രമിക്കുന്നു. ഭരണഘടനയുടെ അലകും പിടിയും മാറ്റിയാൽ ഈ രാജ്യം എങ്ങോട്ട് പോകുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. മോഡി ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് പോലും സംശയമാണ്. പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ ജയിലിലടയ്ക്കുന്നു. ഇന്ത്യയിൽ ഏകാധിപത്യം, ഇന്ത്യയിൽ സ്വച്ഛാധിപത്യം നടമാടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം. രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണം, രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം. അതിനുവേണ്ടി പോരാടാൻ കഴിയുന്നത് കോൺഗ്രസിനും UDF-നും മാത്രമാണ്. എന്തിനാണ് LDF വോട്ട് ചെയ്യുന്നത്? ഇതുപോലെ ജനവിരുദ്ധമായ നടപടികളുമായി പോകുന്ന ഒരു ഗവൺമെന്റ് കേരള ചരിത്രത്തിൽ ഉണ്ടാകില്ല. ഇവിടെ പെൻഷൻ, ഇവിടെ ആളുകൾക്ക്, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ല. സർക്കാർ ജീവനക്കാരായി പെൻഷൻ പറ്റിയവർക്ക് പെൻഷൻ ഇല്ല. 52 ലക്ഷം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് പെൻഷൻ ഇല്ല. ഏപ്രിൽ 1-ാം തീയതി സാമ്പത്തിക വർഷം, പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചുകൊണ്ട് എവിടെങ്കിലും കടം വാങ്ങിച്ച് ഇത് കടമെടുക്കാം, പറയാം, ഈ സാമ്പത്തിക വർഷം കടമെടുക്കാം. ആ കടമെടുത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 മാസത്തെ വേണമെങ്കിൽ ഇവർ പെൻഷൻ കൊടുക്കും. എന്നിട്ട് പറയും 8 മാസത്തെ പെൻഷൻ ഇതുവരെ കൊടുത്തോ? വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു. കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റും ജനങ്ങളെ രക്ഷിക്കുന്നില്ല. മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ ഗ്യാസ് കുറ്റിയുടെ വില 400 രൂപ. ഇപ്പൊ ഗ്യാസ് കുറ്റിയുടെ വില 1200 രൂപ, 1100 രൂപ. പെട്രോളിനും ഡീസലിനും 34 രൂപ ഉണ്ടായിരുന്നത് 100 രൂപ കഴിഞ്ഞു. എങ്ങനെ ഇവിടെ കേരള ഗവൺമെന്റ് പെട്രോളിനും ഡീസലിനും വീണ്ടും സെസ് ഏർപ്പെടുത്തി? എങ്ങനെ ജനങ്ങൾ ജീവിക്കണം? മാവേലി സ്റ്റോറിൽ ചെന്നാൽ സാധനമില്ല. മാവേലി സ്റ്റോറിൽ പൂച്ച പറ്റി കിടക്കുക. സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടി. ഈ ഏപ്രിൽ 1 മുതൽ, ഇന്നലെ മുതൽ കേരളത്തിൽ എല്ലാത്തിനും നികുതി വർദ്ധിച്ചിരിക്കുന്നു. ഭൂമിയുടെ ക്രയവിക്രയത്തിന് നികുതി വർദ്ധിച്ചു. നമ്മൾ കോടതിയിൽ കേസ് കൊടുക്കാൻ പോയ മുദ്രപത്രത്തിന്റെ വില കൂടി. സർക്കാരിൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സേവന പ്രവർത്തനങ്ങളുടെയും നികുതി വർദ്ധിപ്പിച്ചത് കൊണ്ട് വിലക്കയറ്റം. 800 കോടി രൂപയാണ് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഈ ഗവൺമെന്റ് ആരാണ് വോട്ട്? കുട്ടനാട്ടിലെ കർഷകരുടെ നെല്ലെടുത്താൽ മാസങ്ങൾ കഴിഞ്ഞാലും നെല്ലിനുള്ള പണം കിട്ടില്ല. കിഴിവെന്ന് പറഞ്ഞുകൊണ്ട് കർഷകനെ ബുദ്ധിമുട്ടിക്കുന്നു. എടുക്കുന്ന നെല്ലിന്റെ പണം കൊടുക്കുന്നില്ല. കർഷകൻ ആത്മഹത്യയുടെ മുനമ്പത്താണ്. ഈ ഗവൺമെന്റ് ആരെ രക്ഷിക്കാനാണ് ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത്? ഇതുപോലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ഗവൺമെന്റ്, ഇതുപോലെ ജനങ്ങളെ നകന്ന ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ആരോട്ടി? ഇന്നലെ മാർച്ച് 31 കോടിക്കണക്കിന് രൂപയുടെ ബില്ലുകൾ ട്രഷറി കെട്ടിക്കിടക്കുകയാണ്.
രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ഉണ്ടാക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്ന പോലെ ഇവിടെ മോഡി ശ്രമിക്കും. ഇവിടെ പൗരത്വ നിയമ ഭേദഗതി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പൗരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരേ നിലപാടേ ഉള്ളൂ. ഇന്ത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ പൗരത്വ നിയമ ഭേദഗതി നിയമം ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന കാര്യം ഞാൻ ഉറപ്പിക്കുന്നു. ഈ നിയമം അറബിക്കടലിൽ എന്നാണ് നമ്മുടെ മുദ്രാവാക്യം. മോഡി നിയമം കൊണ്ടുവന്നത് വർഗീയത ആളിക്കത്തിക്കാൻ. പിണറായി വിജയൻ ഈ നിയമത്തെ പറ്റി ആവേശപൂർവ്വം പറയുന്നത് അവിടെയും വർഗീയത ആളിക്കത്തിക്കാൻ. രണ്ടുപേരും വർഗീയ വികാരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ മതേതരത്വം നിലനിൽക്കണം, മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കണം. അതിന് കഴിയുന്നത് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും മാത്രമാണ്. അതുകൊണ്ട് ആ മുന്നണി സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിന് വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ വിജയിപ്പിക്കും. ഈ രണ്ട് അദ്ദേഹത്തെ എതിർക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾക്കും ജനഹൃദയങ്ങളിൽ ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം എന്നും പ്രവർത്തിച്ചു വരുന്ന ശ്രീ സുരേഷിന് ഹൃദയപൂർവ്വമായ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം പര്യടന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ജേക്കബ് ബഹുമാനായ ഉദ്ഘാടകൻ, ബഹുമാനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരെ, നമ്മുടെ പര്യടന പരിപാടി ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇന്ന് വളരെ ടൈറ്റ് ഷെഡ്യൂളാണ്. നമുക്ക് 4 പഞ്ചായത്തുകളിലെ 40 പോയിന്റുകളിൽ നമുക്ക് ഓടിയെത്തേണ്ടതാണ്. ഇതുകൊണ്ട് ഒരു ദീർഘമായ പ്രസംഗത്തിലേക്കോ മറ്റുള്ള കാര്യങ്ങളിലേക്കോ കടക്കുന്നില്ല. ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ഒക്കെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഉൾപ്പെടെയുള്ളവർ വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ചില കണക്കിൽ തീർക്കാനായിട്ടുള്ള ഒരു അവസരമായി നമുക്കത് കണക്കാക്കേണ്ടത്. കഴിഞ്ഞ പുഞ്ചകൃഷി ഉൾപ്പെടെ കുട്ടനാട്ടിലെ കർഷകർ ഇത്രമാത്രം അനാഥമാക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ട്, അങ്ങനെ കുട്ടനാട്ടിലെ കർഷകനെ അനാഥമാക്കുവാൻ ഏറ്റവും അധികം മുൻപന്തിയിൽ നിന്ന 2 വകുപ്പുകൾ ഭരിക്കുന്ന CPIയുടെ സ്ഥാനാർത്ഥി മാവേലിക്കര പാർലമെന്റിൽ നിന്നും മത്സരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടനാട്ടിലെ വീടുകളിലേക്ക് വരുമ്പോൾ കുട്ടനാട്ടിലെ കർഷകനും കാർഷിക മേഖലയുമായി ബന്ധമുള്ളവർ ചോദിക്കണം, ഞങ്ങൾ കണ്ണീര് കുടിച്ചപ്പോൾ, ഞങ്ങൾ അനാഥമാക്കപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എന്തേ സംസാരിക്കുവാൻ നിങ്ങളില്ല എന്നുള്ള ഒറ്റ ചോദ്യം ചോദിച്ചാൽ വാല് ചുരുട്ടി തിരിച്ചോടേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള ഒരു അവസരമായി തെരഞ്ഞെടുപ്പിനെ വിനിയോഗിക്കണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഔപചാരികമായി പര്യടന പരിപാടി തുടങ്ങുന്ന ബഹുമാനപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ബാബു അലിവീട്. ബഹുമാന്യ അധ്യക്ഷൻ, മുൻ മന്ത്രി കൂടിയായ KC ജോസഫ്, ഏറ്റവും പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞതിലും സമയം വൈകി എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ആരംഭിക്കുന്ന നമ്മുടെ സ്വീകരണ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
RSP നേതാവ് അഡ്വക്കേറ്റ് സണ്ണിക്കുട്ടി. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ പാർലമെന്റ് നിയോജക മണ്ഡല സ്വീകരണ പരിപാടി ഇവിടെ നിന്ന് ആരംഭിക്കും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിന് വേണ്ടി വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുവൻ ആളുകളുടെയും സഹകരണമുണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാ വിജയാശംസകളും. KPCC അവസരം KPC ജോസഫ് സാർ അടക്കം ബഹുമാന നേതാക്കന്മാർ, പ്രിയമുള്ളവരെ, ഒരു പ്രസംഗത്തിന്റെ കാര്യമില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടികളുടെ തുടക്കമാണ്. വളരെ ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രകടനങ്ങളാണ് നാളെ ഇതുവരെ നമുക്ക് മാവേലിക്കലിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണുവാൻ കഴിയുന്നത്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ വിജയം അത് ഉറപ്പാക്കുന്ന തരത്തിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എംപിയായി വീണ്ടും വിജയിച്ചു വരേണ്ടതിന്റെ അനിവാര്യത മാവേലിക്കരുടെ ജനത തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന അഭിമാനകരമായ രംഗങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തന വേളയിൽ ഓരോ ഘട്ടത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. രാജ്യത്തിന്റെ പാർലമെന്റിനകത്തും പുറത്തും ഈ നാടിനും ജനതയ്ക്കും വേണ്ടിയുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് എല്ലാവിധ വിജയാശംസ നേർന്നുകൊണ്ട് ഞാൻ പറയുന്നു. ശ്രീ വിജയലാലി. ബഹുമാനായ അധ്യക്ഷൻ മുൻ മന്ത്രി ശ്രീ KC ജോസഫ് അവറുകളെ, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സാരഥികളെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി കുട്ടനാട്ടിലെ ഈ പരിപാവനമായ മണ്ണിൽ ഇപ്പോഴിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഇന്ത്യ മുന്നണിയും വിജയിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ ബഹുമാനരായ ശ്രീ KC ജോസഫ് സാറും കേരള കോൺഗ്രസിന്റെ നേതാവ് അഡ്വക്കേറ്റ് ജേക്കബ് പ്രവാഹവും അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിക്കുന്ന ഗവൺമെന്റിനെ ദിശാബോധം കൊടുക്കുന്നതിനും അവർക്ക് ഷോർട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനും വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ഒന്നിച്ച് അണിചേർന്നുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥിയായി നമ്മുടെ MP ആയിരിക്കുന്ന ബഹുമാനായ കൊടിക്കുന്നിൽ സുരേഷിനെ വീണ്ടും MP ആയി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒന്നിച്ച് അണിനിരാം. അദ്ദേഹത്തിന് എല്ലാവിധമായ വിജയാശംസകളും നേരുന്നു. ചെയർമാൻ CK ഷാജഹാൻ. ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകർ, ഈ നമ്മുടെ ആരാധനായ എംപിക്ക് ഇവിടെ വോട്ട് ചെയ്തിട്ട് യാതൊരു ആളായ ഒരു സംഭവമില്ല. ഈ പ്രാവശ്യം നമ്മുടെ കുട്ടനാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത്, ഈ കൊടിക്കുന്നിൽ സുരേഷ് വോട്ട് ചെയ്താൽ ആ വോട്ട് ഒരിക്കലും പാഴാകില്ല. അതുകൊണ്ട് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും അദ്ദേഹത്തെ ജയിപ്പിക്കാൻ മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും വിജയാശംസകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. മാവേലിക്കര പാർലമെന്റിന്റെ ഇലക്ഷൻ കോർഡിനേറ്റർ ശ്രീ അഡ്വക്കേറ്റ് ടോമി കല്ലാടി. ശ്രീ KC ജോസഫ്, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട മാവേലിക്കരുടെ അഭിമാനം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവர்கள், ബഹുമാന്യരായ മറ്റ് നേതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സഹപ്രവർത്തകർ, എക്കാലവും ജനങ്ങളോടൊപ്പം നിന്ന കേരളം കണ്ട ഏറ്റവും ജനകീയനായ MP ആരെന്ന് ചോദിച്ചാൽ അതിന് മറ്റൊരു ഉത്തരം ഈ നാടിന് പറയാൻ കഴിയില്ല. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. നാളെ നമ്മളോടൊപ്പം നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള
ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുമെന്നും അതിന് നേതൃത്വം കൊടുക്കുമെന്നും ഉറപ്പുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഭാരതി ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ മാവേലിക്കരയുടെ മണ്ണിൽ, കുട്ടനാടിന്റെ മണ്ണിൽ അത്യുജ്വലമായ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണമേ എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇലക്ഷൻ കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് എം മുരളി. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലേതും ചൈത്രയാത്ര ഈ പ്രാവശ്യവും ഇവിടെ നിന്ന് ആരംഭിക്കുക. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ ചരിത്രം ആവർത്തിക്കുക മാത്രമല്ല, മാവേലിക്കര നിയോജകമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഈ ജൈത്രയാത്രയിലൂടെ അദ്ദേഹം നേടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ജയിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാളായി ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ മാറ്റുവാൻ നിരന്തരമായി ജനങ്ങളുമായി ബന്ധപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഈ ജൈത്രയാത്ര ഒരിക്കൽ കൂടി പ്രയോജനപ്പെടട്ടെ. ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതിനോടകം തന്നെ സജീവമായ ആളുകൾ മാത്രമല്ല, മുഴുവൻ ജനങ്ങൾ നരേന്ദ്രമോദി പുറത്തു പോകണം, പിണറായിയെ പിഴുതെറിയണം എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ശ്രീ കൊടിക്കുന്നിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തന രംഗത്ത് വരണം എന്ന് കൂടി അപേക്ഷിച്ചുകൊണ്ട് കുട്ടനാട്ടിൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം കുറഞ്ഞുപോയി എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏറ്റവും വലിയൊരു ഭൂരിപക്ഷം ഏപ്രിൽ 26 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് നൽകാൻ കുട്ടനാട്ടിലെ സഹപ്രവർത്തകർ തയ്യാറാകണം, മുന്നോട്ട് വരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും നേടും. കൃത്യം 9:30 ആരംഭിക്കും. അടുത്തതായി ശാലിനി. ജോസഫ് നമുക്കെല്ലാവർക്കും നമ്മുടെ സ്ഥാനാർത്ഥി വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വേദിയല്ല എങ്കിലും ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും തർക്കമില്ല, എനിക്ക് തർക്കമില്ല. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. കേരളത്തിൽ എത്ര സീറ്റ് നമ്മൾ ജയിക്കും എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആളുകൾ ആ നമ്പർ ഒന്ന് പറയാമോ? 2-3 വരിയിൽ ഞാൻ നിർത്തിക്കൊള്ളാം. കേരളത്തിൽ 20 സീറ്റിൽ നമ്മൾ എത്ര സീറ്റ്? 20 ജയിക്കും. ഇന്ത്യയിൽ നമ്മൾ എത്ര സീറ്റിൽ ജയിക്കും? 543 എത്ര സീറ്റിൽ നമ്മൾ ജയിക്കും? 300 സീറ്റ് ജയിക്കും. എവിടെയൊക്കെയാണ്? നമുക്കിപ്പോൾ എത്ര സീറ്റ്? കോൺഗ്രസ് പാർട്ടിക്ക് എത്ര സീറ്റ് ഉണ്ടെന്ന് അറിയാം. കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ പാർലമെന്റിൽ എത്ര പേരുണ്ടെന്ന് അറിയാം? 52. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് പരിശോധിച്ചിട്ടുണ്ട്. ഞാനിത് പറയാൻ കാര്യം, ഈ ഇരിക്കുന്ന ആൾ ജൂൺ 4 കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി ആകേണ്ട ആളാണ്, കേന്ദ്ര ക്യാബിനറ്റ് ഉണ്ടാവുന്ന 100% വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. BJP പറയുന്ന 400 ഖണ്ഡിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് മുഴുവൻ നേതാക്കളുടെയും പ്രവർത്തകരുടെയും. 400 എന്ന് പറയുന്ന സംഖ്യ അവർക്കില്ല. നിലവിൽ അവർക്ക് എത്ര അംഗങ്ങളുണ്ടെന്ന് അറിയാം? റാംസേ, എത്ര അംഗങ്ങളുണ്ടെന്ന് അറിയാമോ? BJPക്ക് 303, NDA സഖ്യത്തിന് 351. 351 ഒരു സംഖ്യയെ നമുക്ക് കവച്ചൊലിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട്. എവിടെയെങ്കിലും ഹൃദയത്തിൽ കൈവച്ച് ആത്മാർത്ഥമായി 100% കോൺഗ്രസുകാർ, UDFകാർ വിശ്വസിക്കുന്നു. BJP പറയുന്ന രാമക്ഷേത്രം മുതൽ ഇങ്ങോട്ട് അവർ മുന്നോട്ട് വെക്കുന്ന വികസന അജണ്ടയടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ പറയുന്ന രാജ്യത്തിന്റെ ഭരണം നമ്മൾ പിടിക്കുന്ന. എവിടുന്ന് പിടിക്കും? ഏത് സീറ്റ്? കേരളത്തിൽ BJP ഒരു സീറ്റെങ്കിലും കിട്ടുമോ?
തമിഴ്നാട്ടിൽ ഒരു സീറ്റെങ്കിലും കിട്ടും? ഇല്ല. ഇനി രാജസ്ഥാനിലെ മൊത്തം സീറ്റ് അവർ പിടിക്കുമെന്ന് പറയേണ്ട കാര്യമില്ല. 25 സീറ്റേ ഉള്ളൂ, 25 അവരുടെ ഇല്ല. മധ്യപ്രദേശിൽ 29-ൽ 28 അവരുടെ ഇല്ല. കർണാടകയിൽ 28-ൽ 27 അവരുടെ ഇല്ല. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം UP-ൽ 80-ൽ 62 അവരുടെ ഇല്ല. അവർക്കിനി പിടിക്കാനൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന നിങ്ങൾ കേട്ടുവെച്ച് പ്രചരണം തുടങ്ങുവാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് 28 സീറ്റിൽ കർണാടകയിൽ 20 സീറ്റ് നമ്മൾ ജയിക്കുമെന്ന് DK ശിവകുമാർ പറയുന്നു, സിദ്ധരാമയ്യ പറയുന്നു, സർവേ 17 പറയുന്നു. ഞാൻ ഈ യോഗത്തിൽ 10 പറയും. BJP-യുടെ 10 സീറ്റാണ് നമ്മൾ കുറയ്ക്കുന്നത്. ഹരിയാനയിൽ 10-ൽ 9 നമ്മൾ ജയിക്കാൻ പോവാം. 9 സീറ്റിലും നമ്മൾ തോൽപ്പിക്കുന്നത് BJP-യാണ്. അപ്പൊ 19. ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തല ഇരുന്നപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴും പറയണം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറയാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ആഗ്രഹിച്ച കാര്യമാണ്. അദ്ദേഹത്തിന് ചുമതലയുള്ള മഹാരാഷ്ട്രയിൽ 25 സീറ്റ് നമ്മൾ 48-ൽ മിനിമം ജയിക്കാൻ പോവാ. 8 സീറ്റ് കോൺഗ്രസ്, 19-8 27. ത്രിപുരയിൽ 2 സീറ്റ് നമ്മൾ 1 സീറ്റിൽ ജയിക്കാൻ പോവാം. 28-1 29. മേഘാലയയിൽ 2 സീറ്റ്, 2ഉം ഇന്ത്യ സഖ്യത്തിന്, അതിലൊന്നും കോൺഗ്രസിന്. ശ്രീ KC ജോസഫ് സാർ അടക്കം 1 മാസത്തോളം പോയി കിടന്ന സ്ഥലമാണ് മേഘാലയ. 13 സീറ്റുള്ള പഞ്ചാബിൽ 13 സീറ്റും ഇന്ത്യ സഖ്യത്തിന്, 7 സീറ്റുള്ള ഡൽഹിയിൽ 7 സീറ്റും ഇന്ത്യ സഖ്യത്തിന്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും 10 സീറ്റ് സമാഹരിക്കുമെന്ന് നമ്മുടെ പാർട്ടി പറയുന്നു, സർവേ പറയുന്നു. നമ്മൾ 5 വെച്ച് കൂട്ടിയാണ് 10. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഗുജറാത്തിൽ കഴിഞ്ഞ ത്രികോണ മത്സരം നടക്കുമ്പോൾ ആം ആദ്മിയും കോൺഗ്രസും BJP-യും വേറിട്ട് മത്സരിച്ചു. നമുക്കൊന്നും കിട്ടിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് 10 സീറ്റ് ജയിക്കാൻ പോകുന്ന സ്റ്റേറ്റാണ് ഗുജറാത്ത്. ബീഹാറിൽ 40 സീറ്റിൽ 39 സീറ്റും അവർക്കാണ്, കോൺഗ്രസിന് 1 ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് RJD കോൺഗ്രസ് ഒക്കെ നേടാൻ പോകാം. കോൺഗ്രസ് മാത്രം 5 സീറ്റ് ജയിക്കാൻ പോകുന്ന സ്റ്റേറ്റ്. ഈ തെരഞ്ഞെടുപ്പിൽ 105-137 നേടാൻ പോകുന്ന, കോൺഗ്രസ് നേടാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ, ഈ 351-നെ നമുക്ക് അതിജീവിക്കാൻ കേവലം 125 സീറ്റ് മതി. കോൺഗ്രസ് മാത്രം 70 സീറ്റിന് മുകളിൽ അഡീഷണലായി സിറ്റിംഗ് MP-മാർക്ക് പുറമെ ജയിക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ RJD-യും ആം ആദ്മിയും ശിവസേനയും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും DMK-യും അടക്കം സമാഹരിക്കുന്ന മുഴുവൻ സീറ്റും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, പറഞ്ഞു വരുന്ന ഒറ്റ വാക്കിൽ നിർത്തുന്നു, 289 മുകളിൽ സീറ്റുമായി ഇന്ത്യ സഖ്യം ഈ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ അധികാരത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് എന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. നമ്മുടെ പാർട്ടി മുന്നണി വിലയിരുത്തുന്നത് 300+ ആണ്. അപ്പൊ ആ നിലയിൽ നമ്മൾ ജയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. അല്ലാതെ അവരെ ഉണ്ടാക്കുന്ന നരേറ്റീവിന് പുറകെ നമ്മൾ പോകേണ്ടതില്ല. ഇവിടെ 1 ലക്ഷത്തിന് മുകളിൽ വോട്ട് വാങ്ങി ജയിക്കാൻ പോകുന്ന കൊടിക്കുന്നിൽ സുരേഷ് കേന്ദ്ര ക്യാബിനറ്റിൽ അത്യുജ്വലമായ ഒരു വകുപ്പുമായി വീണ്ടും ഈ നാടിന്റെ സേവന പ്രവർത്തനത്തിന് വരുന്നത് 100% വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, നിങ്ങളുടെ സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കൊടിക്കുന്നിൽ അതിനുള്ള അവസരം ജൂണിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ നാടിന് അതിലൂടെ പരിവർത്തനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 101% ആത്മവിശ്വാസത്തോടെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഐക്യ. അഡ്വക്കേറ്റ് MBM കുര്യാക്കോസ്. ബഹുമാന്യനായ ശ്രീ KC, പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ അത്യുജ്വലമായ വിജയം കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നേടുവാൻ പോവുകയാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ മുമ്പും പുറകുമായി എല്ലാ പോരാട്ടത്തിലും ഉജ്ജ്വലമായ നേതൃത്വം നൽകിയ നേതാവാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ വലിയ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ശശികുമാരൻ നായർ. ബഹുമാന്യനായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി, മറ്റ് ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ, മാവേലിക്കര പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 4ാം തവണ മത്സരിക്കുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടുന്നു. നന്ദി, നമസ്കാരം. ശ്രീ മാന്നാർ അബ്ദുൽ ലത്തീഫ്. അധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ KC ജോസഫ് അവർകൾ, പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്,
ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സഹപ്രവർത്തകരെ, നമ്മളിൽ ഒരുവനായ പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. നമുക്കെല്ലാം അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് UDF. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PS ശോഭന. ഈ യോഗത്തിന്റെ ബഹുമാനീയ അധ്യക്ഷൻ, കേരളത്തിന്റെ മുൻ മന്ത്രി, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ KC ജോസഫ് അവറുകൾ, ആദരണീയനായ MP പ്രിയങ്കരനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവറുകൾ, വേദിയിലുള്ള നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, നമ്മളുടെ യോഗം ഏതാണ്ട് അവസാനിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഈ ജൈത്രയാത്ര ആരംഭിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം 2014 അധികാരത്തിൽ വന്ന മോഡി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലപരിശാകാൻ പോവുകയാണ്. ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാകുന്ന കാര്യമാണ്. ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരെ ജയിലിലടയ്ക്കുന്നു, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം ED പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലയിലും നെഗറ്റീവായിട്ടുള്ള പ്രവർത്തനവുമായിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അവരാകെ മാനസികമായി തകർന്ന അവസ്ഥയിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്ന കാര്യം. തെരഞ്ഞെടുപ്പിൽ 400 സീറ്റുകൾ ജയിക്കും എന്ന് കഴിഞ്ഞ കുറെ കാലമായി മോഡി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഓരോ ദിവസവും നഷ്ടപ്പെടുന്ന കോൺഫിഡൻസ് നമ്മൾ കണ്ടാൽ മനസ്സിലാകുന്നതാണ്. കേരളത്തിൽ ഏത് സീറ്റിലാണ് BJP ജയിക്കുന്നത്? തമിഴ്നാട്ടിൽ ഏത് സീറ്റിലാണ് ജയിക്കുന്നത്? കർണാടകയിൽ ഏത് സീറ്റിലാണ്? സൗത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും സീറ്റിൽ ജയിക്കാൻ സാധിക്കുമോ? ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചതുപോലെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യ ഭൂപടത്തിനകത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ സീറ്റിൽ BJP ജയിക്കാൻ കഴിയും എന്നുള്ളത് പൊതു ചർച്ചയിൽ വരേണ്ട കാര്യമാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടത്തിയുള്ള ദീർഘമായ ജനകീയ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണ് നടക്കാൻ പോകുന്നത്. പ്രിയങ്കര നേതാവ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹമാണ് നമ്മുടെ സ്ഥാനാർത്ഥിയുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്ത് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ മുന്നേറുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്. KPCC സെക്രട്ടറി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട KC ജോസഫ് അവറുകള്, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഇന്ത്യയിലെ മതേതരത്വം ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾക്കറിയാം, 1984 414 സീറ്റ് കോൺഗ്രസ് ഉണ്ടായിരുന്നു, 2 സീറ്റേ ഉള്ളായിരുന്നു BJPക്ക്. നമ്മൾ ഒരിക്കലും BJP മുക്ത ഭാരതം എന്ന് പറയുന്നില്ല. നമ്മുടെ നേതാക്കൾ ജനാധിപത്യത്തെ ബഹുമാനിച്ചു, പ്രതിപക്ഷത്തെ ബഹുമാനിച്ചു. ഇന്ന് തലമുറകളിലെ പ്രതിപക്ഷ നേതാക്കളെ കൊല്ലപ്പെടാൻ പോകുന്ന സ്ഥിതി, റഷ്യയിലെ സ്ഥിതിയാണ് ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇന്ത്യയിലെ മതേതരത്വം ജനാധിപത്യം സംരക്ഷിക്കുവാൻ ഇന്ത്യൻ പാർലമെന്റില് ശക്തമായി പോരാടിയ നമ്മുടെ നേതാവ് കൊടിക്കുന്നിൽ സുരേഷ്, രാഹുൽ ഈ രാജ്യത്തെ മതേതരത്തിന് വേണ്ടി പോരാടിയ കൊടിക്കുന്നിൽ സുരേഷിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കിട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. കർഷകരുടെ സ്ഥിര പ്രസിഡന്റ് ഷാലക്സ് മാത്യു. പ്രിയപ്പെട്ട ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കുട്ടനാടുമായി പരിധി കുട്ടനാടിന്റെ എന്ന് പറയാവുന്ന ശ്രീ KC ജോസഫ്, പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തല, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ദീർഘമായി കാര്യങ്ങളൊന്നും പറയുന്നില്ല, അഖിലേന്ത്യാ കാര്യങ്ങളെ കുറിച്ച് പറയുന്നില്ല, എന്ന ചെറിയ ലോകത്തിലെ വലിയ പ്രശ്നങ്ങൾ മാത്രം പറയുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ നിന്നും ഏറ്റവും അധികം ഭൂരിപക്ഷത്തോടെ കുട്ടനാട്ടിൽ നിന്ന്, ചങ്ങനാശ്ശേരിയല്ല കുട്ടനാട്ടിൽ നിന്നും വിജയിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം അതിനുള്ള കടമ ഈ മണ്ണിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കുമുണ്ട്, കോൺഗ്രസുകാർക്കുണ്ട്, ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട്, അതിനപ്പുറം നിൽക്കുന്ന എല്ലാവർക്കുമുണ്ട്.
അതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാനും പറയാനും തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് അത്രയും വോട്ടുകൾ കൊടുക്കാനുള്ള കടമയുള്ളത് കൊണ്ട് ആ കടമ നിർവഹിക്കാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാ വിജയാശംസകളും നമ്മുടെ പ്രിയപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് എംപിക്ക്. നമ്മൾ വിജയിച്ചാൽ, നമ്മൾ ഭരണ രംഗത്തെത്തിയാൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ക്യാബിനറ്റ് മന്ത്രിയാകും എന്ന വിശ്വാസം നമുക്കുണ്ട്. ഞങ്ങളുടെ ആവശ്യം കേന്ദ്ര കൃഷി വകുപ്പിന്റെ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് വരണം, ഈ മാവേലിക്കര മണ്ഡലത്തെ രക്ഷപ്പെടുത്തണം എന്ന് മാത്രമുള്ള ഞങ്ങളുടെ ആഗ്രഹം. ആ പ്രാർത്ഥന ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, ജയ് ഹിന്ദ്. അഡ്വക്കേറ്റ് സി ആർ നജീബ്. ബഹുമാന്യ മുൻമന്ത്രി ശ്രീ കെ സി ജോസഫ് അവർ, പ്രിയങ്കരനും ആദരണീയനുമായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, നമുക്ക് തീർച്ചയായും ജനകീയനായ എംപിയെ നമുക്ക് എല്ലാവർക്കും കൂടി അതിശക്തമായ വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. മറ്റുള്ള എംപിമാരെക്കാൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സമരപ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് കേരയിൽ പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പത്തനാപുരം കിഴക്കൻ മേഖലയിലെല്ലാം സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത്, കുട്ടനാട് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് വന്ന പ്രിയങ്കരനായ എം പി ജയിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും നാട്ടിൻ്റെയും ആവശ്യമാണ്. തീർച്ചയായും നമുക്ക് അദ്ദേഹത്തെ ജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാം. എല്ലാവിധമായ അഭിവാദ്യങ്ങളും വിജയ ആശംസകളും നിർത്തുന്നു. നന്ദി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജെൻസി ദേവി. യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ മുൻ എക്സ്-എം-എൽ-എ നമ്മുടെ കെ സി ജോസഫ് സാർ, നമ്മുടെ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് അവർകൾ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാവരും തന്നെ പറഞ്ഞു കഴിഞ്ഞു വിശദമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ ആവശ്യം, നമ്മൾ ഈ വർഷം നമ്മുടെ കുട്ടനാട്ടിൽ നിന്ന് കൂടുതൽ ഈ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞു കൂടുതൽ ഭൂരിപക്ഷത്തിൽ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് എം പിയെ വിജയിപ്പിക്കുക എന്നാണ് നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കുവാൻ വേണ്ടി, നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്ക് തടയിടുവാൻ വേണ്ടി, നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ വേണ്ടി നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് അവർക്ക് നമ്മൾ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ പരമാവധി വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വിജയാശംസകളും എം പിക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുളികുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബെൻസി. ശ്രീമതി ബിനു ആന്റണി. ശ്രീമതി ബിനു ജോസഫ്. അധ്യക്ഷൻ കെ സി ജോസഫ്, നമ്മുടെ സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിൽ സുരേഷ്, എൻ്റെ സഹപ്രവർത്തകർ, കുട്ടനാട് നോർത്ത് ബ്ലോക്കിൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻറ്റും കൂടിയാണ് ഞാൻ. തീർച്ചയായും കുട്ടനാട് നോർത്ത് ബ്ലോക്കിൽ നിന്ന് ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ചു വരും, അവിടുത്തെ ഭൂരിപക്ഷം ഞങ്ങൾ നേടിത്തരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം പറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ബഹുമാന്യായ അധ്യക്ഷൻ, നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ മുൻ മന്ത്രി ശ്രീ KPCC രാഷ്ട്രീയസമിതി അംഗം ശ്രീ കെ സി ജോസഫ് അവർകളെ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഐക്യ ജനാധിപത്യങ്ങളുടെ ഏറെ ബഹുമാന്യരായ നേതാക്കന്മാരെ, സ്വീകരണ പര്യടന പരിപാടിയിൽ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന ഏറെ ബഹുമാന്യരായ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഏപ്രിൽ മാസം 26-ാം തീയതി നടക്കുന്ന 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വീണ്ടും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നതിനും അഭ്യർത്ഥിക്കുന്നതിനും വേണ്ടിയുള്ള പര്യടന പരിപാടിയാണ് ചക്രവർത്താവ് ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം ഈ
യോഗത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത പര്യടന പരിപാടി ഇവിടെ നിന്ന് യാത്രയാവുന്നത്. 7 അസംബ്ലി നിയോജകമണ്ഡലങ്ങളിലായി വരുന്ന 22 ദിവസക്കാലം തുടർച്ചയായി നമ്മുടെ പര്യടന പരിപാടി മുന്നോട്ട് പോവുകയാണ്. ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ മുക്കിലും മൂലയിലും കടന്നു ചെന്ന് ബഹുമാനപ്പെട്ട സംവിധായകരെ ഓരോരുത്തരെയും നേരിൽ കണ്ട് അവരുടെ വിലയേറിയ വോട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി രേഖപ്പെടുത്തുന്നതിന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് സ്ഥാനാർത്ഥിയായി ഞാനും ഈ നിയോജകമണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും ഈ നിയോജകമണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഈ പര്യടന പരിപാടി വൻപിച്ച വിജയമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ എല്ലാ വർഷം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ പര്യടന പരിപാടി ആരംഭിച്ചത് ചക്കുളം ജംഗ്ഷനിൽ നിന്നാണ്, നിരേറ്റുപുറം ചക്കുളം ജംഗ്ഷനിൽ നിന്നാണ്. എല്ലാ ദിവസവും എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും നമുക്ക് ചക്കുളത്താവ് ദേവിയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ചക്കുളത്താവ് ദേവി ക്ഷേത്രത്തിന്റെ മുഖ്യ കാര്യദർശിയായ രാധാകൃഷ്ണൻ നമ്പൂതിരി അവർകൾ ഇന്ന് ക്ഷേത്രത്തിലെത്തി നമുക്ക് അനുഗ്രഹം നൽകി. അതോടൊപ്പം തന്നെ അവിടുത്തെ എല്ലാ അനുഗ്രഹവും നൽകിയാണ് തിരുമേനി നേരിട്ട് ക്ഷേത്രത്തിൽ വന്ന് പ്രസാദം നൽകി അനുഗ്രഹിച്ചാണ് ഞാൻ ഈ ഉദ്ഘാടന മീറ്റിംഗിലേക്ക് വന്നത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും അഭിനന്ദനായ രാധാകൃഷ്ണൻ തിരുമേനിയുടെ മുഖ്യ കാര്യദർശിയായ രാധാകൃഷ്ണൻ തിരുമേനിയുടെ അനുഗ്രഹാശിസ്സുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടും അവിടെ നമ്മൾ പ്രാർത്ഥിച്ചുമാണ് നമ്മുടെ സ്വീകരണ പരിപാടി മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന് ഇത്തവണയും ഒരു മുടക്കവും വരുത്താതെയാണ് നമ്മൾ നമ്മുടെ സ്വീകരണ പരിപാടി ആരംഭിക്കുന്നത്. ഞാൻ ദീർഘമായി കടക്കുന്നില്ല. സ്ഥാനാർത്ഥി എന്ന നിലയിൽ തീർച്ചയായും നിങ്ങളുടെ ലോക്സഭാംഗം എന്ന നിലയിലും ഈ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുവാനുള്ളത് നമ്മുടെ നാടിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ നിങ്ങളിൽ ഒരാളെ പോലെ നിങ്ങളുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ ഇനിയും പ്രവർത്തിക്കുവാൻ ഈ നാട്ടിലെ ഓരോ വോട്ടർക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, ആവശ്യങ്ങളിൽ ഒരു പാർലമെന്റ് അംഗത്തിന്റെ സജീവമായ സഹായം എപ്പോഴും ഉറപ്പാക്കുന്നതിന് നിശ്ചയമായും ഞാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എന്റെ വിജയത്തിന് വേണ്ടി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ലോക്സഭാ അംഗം എന്ന നിലയിലുള്ള എന്റെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ കുറവുകളോ പോരായ്മകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം സദയം ക്ഷമിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങളുടെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കണം. ഈ മണ്ഡലത്തോട് നീതി പുലർത്തിക്കൊണ്ട് വരുന്ന 5 വർഷക്കാലം നമുക്ക് നമ്മുടെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാട്ടിലെ കൃഷിക്കാർക്ക് വേണ്ടി, ഈ കുട്ടനാടിന്റെ സമഗ്രമായ കാർഷിക മേഖലയിലെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ കുട്ടനാട് ഉൾപ്പെടുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അത് പരിഹരിക്കുന്നതിന് വേണ്ടി പരമാവധി കേന്ദ്ര സഹായം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം, എന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്റെ വിജയത്തിനായി പരിശ്രമിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ ശ്രീ KC ജോസഫ് ചെയർമാനായും ശ്രീ M മുരളി വർക്കിംഗ് ചെയർമാനായും അഡ്വക്കേറ്റ് കോശി ജനറൽ കൺവീനറായും ശ്രീ ടോമി കല്ലാനി കോർഡിനേറ്ററായും പ്രവർത്തിക്കുന്ന, ശക്തമായി പ്രവർത്തിക്കുന്ന, ചിട്ടയായി പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം നൽകാൻ നമ്മളോടൊപ്പമുണ്ട്. അതോടൊപ്പം 7 അസംബ്ലി നിയോജകമണ്ഡലങ്ങളിലും നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അവിടെയും ശക്തമായി പ്രവർത്തിക്കുന്നു. അങ്ങനെ നമ്മുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധി, നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും ഇല്ലാതാകുന്ന അവസ്ഥ, ഇന്ത്യ എന്ന ഈ മഹത്തായ രാജ്യം തന്നെ തകരാൻ പോകുന്ന ഒരവസ്ഥ, ഈ അവസ്ഥയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുവാൻ, നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്താൻ, നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു ഭരണകൂടം ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ തീർച്ചയായും ഇന്ത്യയുടെ ആത്മാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ എന്ന ആശയം ഇല്ലാതായിരിക്കുന്നു. ഇന്ത്യ മഹാത്മജി സ്വപ്നം കണ്ട, അല്ലെങ്കിൽ മഹാത്മജിയിലൂടെ നാം പടുത്തുയർത്തിയ ഇന്ത്യ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിലൂടെ നാം പടുത്തുയർത്തിയ ഇന്ത്യ, ഈ ഇന്ത്യയുടെ ആത്മാവ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. നഷ്ടപ്പെട്ട ഇന്ത്യയുടെ ആത്മാവ്
തിരിച്ചു പിടിക്കുവാൻ വേണ്ടി കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് ഭരണകൂട ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം തകർക്കുവാനും നമ്മുടെ ഭരണഘടന അട്ടിമറിക്കുവാനും നമ്മുടെ ജുഡീഷ്യറിയെ പോലും വരിലേക്ക് നിർത്തിക്കൊണ്ടുപോകുന്ന ഒരു ഭരണകൂടം നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ പൈതൃകവും നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള ആ പാരമ്പര്യവും തകർത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ എന്ന ആശയത്തെ തിരിച്ചു പിടിക്കാൻ നമ്മുടെ ജനാധിപത്യവും മതേതരത്വവും നമുക്ക് നിലനിർത്താൻ നമ്മുടെ രാജ്യത്തെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഒരമ്മപ്പെട്ട മക്കളെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ ഇന്ത്യ അത് സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള മഹത്തായ പോരാട്ടത്തിൽ ഇന്ത്യ സഖ്യം കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാൻ തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും കടപ്പാടുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ എല്ലാവരുടെയും തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാവരും സ്ഥാനാർത്ഥികളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായി കണ്ടുകൊണ്ട് നമ്മളെല്ലാം മറന്നുകൊണ്ട് നമ്മുടെ മറ്റ് പരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു മാസക്കാലം 26-ാം തീയതി വരെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ നമ്മുടെ വിജയത്വം എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ചക്കളത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ഉജ്ജ്വലമായ തുടക്കം കുറിച്ചുകൊണ്ട് ഉജ്ജ്വലമായ ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത ഈ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി അത്യുജ്വലമായ ഒരു പരിപാടിയാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ വിജയം സുനിശ്ചിതമാണ്. നമ്മുടെ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇരട്ടിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന അത്യുജ്വലമായ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ഇവിടെ സംഘടിപ്പിച്ച കുട്ടനാട് നിയോജകമണ്ഡല UDF കമ്മിറ്റിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും സ്ഥാനാർത്ഥികളെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒറ്റ വാക്കിൽ നന്ദി പറയാനായി ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ CV രാജീവ്. ഈ പരിപാടിയുടെ അധ്യക്ഷത അലങ്കരിച്ച മുൻ മന്ത്രി രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ പ്രിയപ്പെട്ട ശ്രീ KC ജോസഫ് സാർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശ്രീ രമേശ് ചെന്നിത്തല XMLA അടക്കം നമ്മുടെ കുട്ടനാടിന് വേണ്ടി ഒരു ജനപ്രതിനിധി ചെയ്തിട്ടില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ച് കുട്ടനാട്ടിലെ കർഷകർക്ക് വേണ്ടി, കുട്ടനാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി സമരങ്ങൾ നിരവധി നടത്തിയ പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അടക്കം ഈ പരിപാടി പങ്കെടുത്ത മുഴുവൻ നേതാക്കൾക്കും സഹപ്രവർത്തകർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്കത് പ്രശ്നമില്ല. കാരണം ഞങ്ങൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ഈ വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന 3 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മണ്ഡലത്തിൽ ഞങ്ങളുടെ പ്രചരണം ശക്തിപ്പെടുത്തുകയും 3 പ്രാവശ്യം ഞങ്ങൾ ജയിക്കുകയും ചെയ്തു. ഞങ്ങളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി ഇടതുപക്ഷവും അതുപോലെ NDA സഖ്യവും ഇവിടെ പരാജയപ്പെടുകയാണ്. അതുകൊണ്ട് മണ്ഡലം എത്ര വിശാലവും വിപുലമായിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ ഈ മണ്ഡലത്തിൽ നിറഞ്ഞ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിയായ UDF അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ മണ്ഡലം വിശാലമായതുകൊണ്ട് എല്ലായിടത്തും എത്തിച്ചേരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്.